ടു സൈലം ബാങ്കിങ്. SBI POയുടെ പ്രിലിംസ് കഴിഞ്ഞു. ഇനി അടുത്തത് IBPS POയുടെ പ്രിലിംസ് ആണ്. അതിനുശേഷം നമുക്ക് NICL അസിസ്റ്റന്റിന്റെ പ്രിലിംസും ഉണ്ട് അല്ലെ. എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി തുരു എക്സാം ആണ്. അപ്പൊ എക്സാമിന്റെ റിയൽ ലെവൽ എന്താണ്? നേരത്തെ SBI POയുടെ എക്സാമിന് മുന്നേ SBI POയുടെ മെമ്മറി ബേസ്ഡ് പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ ഇന്ന് IBPS POയുടെ കഴിഞ്ഞ വർഷത്തെ മെമ്മറി ബേസ്ഡ് പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് റിയൽ എക്സാം ലെവൽ എന്തായിരുന്നു, റീസണിങ്ങിന്റെ എത്ര പസിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മിസ്ലേനിയസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, യെസ്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കിപ്പം ഏതൊക്കെ ബാച്ചസ് ഉണ്ട്, നമുക്ക് ബേസ് മുതലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ബേസ് മുതലാണ് പഠിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് മുതലുള്ള അടുത്ത ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 19-നാണ്. RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് എന്നാണ് നമ്മളുടെ ബാച്ചിന്റെ പേര്. അതിപ്പോ അടുത്ത വരാനുള്ള എക്സാം അതായതുകൊണ്ട് ആ പേര് കൊടുത്തു എന്നേ ഉള്ളൂ. എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനും നമുക്ക് സെയിം സിലബസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് പ്രിലിംസും മെയിൻസും അതിനുശേഷം മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരുപാട് ആസ്പിറൻസ് പ്രിപ്പറേഷനിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കൂടെ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്ത് ഞങ്ങൾക്ക് പ്രാക്ടീസും ലൈവ് ആയിട്ട് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, IBPS SBI ക്രാഷ് ബാച്ച്. ഇതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ടോപ്പിക്സിന്റെയും റെക്കോർഡഡ് സെഷനും അത് കൂടാതെ ലൈവ് 50+ ലൈവ് പ്രാക്ടീസ് സെഷൻസും ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പ്രിലിംസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ്, മെയിൻസ് ആണ് നിങ്ങൾക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 3.0 ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് മെയിൻസും, അത് ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറന്റ് അഫയേഴ്സ് ആണെങ്കിലും എല്ലാ സബ്ജക്റ്റിന്റെയും മെയിൻസ് 100% സിലബസ് കവർ ചെയ്ത് പ്രാക്ടീസ് സെറ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ മെയിൻസിന് ശേഷം ഇന്റർവ്യൂ ക്ലിയർ ആകുന്നവർക്ക് വേണ്ടിയിട്ട്, മീൻസ് മെയിൻസ് ക്ലിയർ ആയി ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ടും നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരുന്നതായിരിക്കും. ഓക്കെ, യെസ്. എങ്കിൽ ഇനി നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ റീസണിംഗ് വിത്ത് അഞ്ജു എന്റെ പേഴ്സണൽ ടെലഗ്രാം ചാനലാണ്. അപ്പൊ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എന്റെ ടെലഗ്രാം ചാനൽ ഇല്ലാത്തവരെല്ലാവരും ഉറപ്പായിട്ടും റീസണിംഗ് വിത്ത് അഞ്ജു എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, എങ്കിലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കുന്നതിന് മുന്നേ ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, തനിയെ ഇതൊന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എങ്കിൽ മാത്രമാണ് ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാകുക. നിങ്ങൾ സ്വയം അതൊന്ന് വായിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും. നമ്മളുടെ സ്വയം ഉള്ള ലെവൽ എന്താണ്, നമ്മളിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് സ്വയം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും മനസ്സിലാകാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പസിലാണ്. അപ്പൊ ഏത് ടൈപ്പ് പസിലാന്ന് നോക്കിക്കേ. എ സർട്ടൻ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ സിറ്റ്സ് ഇൻ എ ലീനിയർ റോ, ഒരു ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അത് തന്നെ അൺസർട്ടൈൻ പസിലാണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര നമ്പർ ആണ് പേഴ്സൺസ് എന്ന് അറിയില്ല. തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം എത്ര പേഴ്സൺ ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടെത്താനായിട്ട്. അപ്പൊ നമുക്ക് കണ്ടീഷൻസ് എഴുതാം. പസിൽസിനകത്തിൽ 50% എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻസ് എഴുതുന്ന രീതിയാണ്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ആക്കാത്ത രീതിയിൽ കണ്ടീഷൻസ് മെർജ് ചെയ്ത് എഴുതുക. ഓക്കെ, നോക്കാം നമുക്ക്. There are 3 persons sit between A and B. അപ്പൊ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്, നോർത്ത് ആണ് ഡയറക്ഷൻ. ആ ഒരു കാര്യം എപ്പോഴും സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എയ്ക്കും ബിക്കും ഇടയിൽ 3 പേഴ്സൺ ഗ്യാപ്പ്. അവരുടെ എല്ലാവരുടെയും ഡയറക്ഷൻ നോർത്ത് ആണ്. അപ്പൊ എയുടെ റൈറ്റിലേക്കും വരാം, എയുടെ ലെഫ്റ്റിലേക്കും വരാം. അത് വ്യക്തമായി അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നില്ല, ആരോ കൊടുക്കുന്നില്ല. C sits a second to the right of B. ബിയുടെ സെക്കൻഡ് ടു റൈറ്റിലാണ് C. അത് ഡയറക്ട്ലി കൊടുത്തു, കാരണം ഡയറക്ഷൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആരോ ഇട്ട് കണ്ടീഷൻസ് മാർക്ക് ചെയ്യുന്നത്. D sits a fifth to the left of C. സിയുടെ ഫിഫ്ത്ത് ടു ലെഫ്റ്റിലാണ് ആരെന്ന് പറയുന്നത്, D. നോക്കിക്കേ, സിയുടെ ഫിഫ്ത്ത് ടു ലെഫ്റ്റില, ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. കണ്ടീഷൻസ് പലയിടത്ത് പറയുന്ന കണ്ടീഷൻസ് നമ്മൾ മെർജ് ചെയ്ത് തന്നെ എഴുതുക. 2 person between D and D. ഡിക്കും ഇക്കും ഇടയിൽ 2 ഗ്യാപ്പ് ഇനി ഇങ്ങോട്ടേ പറ്റുള്ളൂ. കാര്യം എന്താ, ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. D 2 ഗ്യാപ്പിൽ ഇവിടെ ആരുണ്ട്, ബി ഉണ്ട്. അതുകൊണ്ട് D 2 ഗ്യാപ്പിൽ ഈ ഇങ്ങോട്ടേക്ക് വരാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ ഡയറക്ട്ലി ഇത്രയും ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. D 2 ഗ്യാപ്പിൽ ബി, 1 ഗ്യാപ്പിൽ സി, ഇങ്ങോട്ടേക്ക് 2 ഗ്യാപ്പിൽ ഇ. ഓക്കെ ആണേ. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ നോക്കിക്കേ. ദി നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് സി ഇസ് 1 more than ദി നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. ഡിക്കും സിക്കും ഇടയിലുള്ള നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് ഡിക്കും ഇക്കും ഇടയിലുള്ള
ഡിക്കും എഫിനും ഇടയിലുള്ള നമ്പർ ഓഫ് പേഴ്സണെക്കാട്ടിലും 1 കൂടുതലാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഡിക്കും സിക്കും ഇടയിൽ 1, 2, 3, 4 പേരാണെങ്കിൽ ഡിക്കും എഫിനും ഇടയിൽ 3 പേഴ്സൺ ആയിരിക്കും. ഇങ്ങോട്ടേക്ക് നോക്കിയാൽ 3 പേഴ്സൺ വരാം, ഇങ്ങോട്ടേക്ക് നോക്കിയാൽ 3 പേഴ്സൺ വരാം. അപ്പൊ തൽക്കാലം ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. ഡി 3 ഗ്യാപ്പിൽ എഫ് എന്ന് മാത്രം കണ്ടീഷൻസ് ഞാൻ സെപ്പറേറ്റ് എഴുതി. No one sits to the left of F. സെറ്റ്. ഇങ്ങോട്ടേക്കാണോ 3 ഗ്യാപ്പിൽ എഫ്, ഇങ്ങോട്ടേക്കാണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത കണ്ടീഷൻ വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി അങ്ങനെയല്ല എന്ന്. സോ 3 ഗ്യാപ്പിൽ എനിക്ക് എഫ് ഇവിടെ ഡയറക്ട്ലി കൊടുക്കാം. The position of A with respect to F is same as the position of C with respect to G. C with respect to G. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് A with respect to F. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എഫിൽ നിന്ന് നോക്കുമ്പോൾ എയുടെ പൊസിഷൻ എന്താണോ അത് തന്നെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്ന സി വിത്ത് റെസ്പെക്ട് ടു ജി. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇവർക്കിടയിൽ കുറെ വേക്കൻറ്റ് സീറ്റ് നമ്മൾ കാണുന്നുണ്ട്. വേക്കൻറ്റ് മീൻസ് അവിടെ ആളില്ല എന്നല്ല, നമുക്ക് ആൽഫബറ്റ്സ് അവിടെ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത കണ്ടീഷനോടെ നോക്കാം. ആസ് മെനി പേഴ്സൺ സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ആസ് ടു ദി റൈറ്റ് ഓഫ് സി. സെറ്റ്. എഫിന്റെ ലെഫ്റ്റിൽ എത്രയാണോ അത്രയും ആൾക്കാരുടെ റൈറ്റിൽ ആരുണ്ട്, സി ഉണ്ട് എന്ന് പറഞ്ഞാൽ എഫും സിയും പെയേഴ്സ. എഫിന്റെ ലെഫ്റ്റിൽ ആരുമില്ല, അപ്പൊ സിയുടെ റൈറ്റിലും ആരുമില്ല. ഇനി അടുത്ത കണ്ടീഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്, എയും ജിയും അല്ലെ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ കണ്ടീഷൻ എന്താണെന്ന് നോക്കിക്കേ. അതായത് ദി പൊസിഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എഫ് ഇവിടുത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, സി സിറ്റ്സ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് ബി എന്നുള്ളത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതുണ്ട് എക്കും ബിക്കും ഇടയിൽ 3 ഗ്യാപ്പ് ഉണ്ടെന്നുള്ള ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഇനിയും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 1, 2, 3 ഗ്യാപ്പിൽ എ ഇവിടെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എ വിത്ത് റെസ്പെക്ട് ടു എഫ് അല്ലെ, അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. ദി പൊസിഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എഫ്. വിത്ത് റെസ്പെക്ട് ടു എഫ് നോക്കുമ്പോഴത്തേക്കിന് എഫിന്റെ തേർഡ് ടു റൈറ്റിലാണ് എ. ഈ സെയിം ആ സി വിത്ത് റെസ്പെക്ട് ടു ജി. സി വിത്ത് റെസ്പെക്ട് ടു ജി. അപ്പൊ ജിയുടെ തേർഡ് ടു റൈറ്റിൽ വരണം. നോക്കിക്കേ, അപ്പൊ ജി എനിക്ക് ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുത്താൽ മാത്രമേ എനിക്ക് ജിയുടെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റിൽ കിട്ടുള്ളൂ. സോ 100% ഇതാണ് നമ്മളുടെ ആൻസർ വരിക. അൺസർട്ടൈൻ ആയിരുന്നെങ്കിലും വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ പെട്ടെന്ന് കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഹൗ മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് ജി, അതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇക്കും ജിക്കും ഇടയിൽ എത്ര പേഴ്സൺ? 1, 2, 3, 4 പേഴ്സൺ ആണ് വരുന്നത്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ബട്ട് കണ്ടീഷൻസ് കണക്ട് ചെയ്ത് എഴുതുന്നവരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ചെയ്യണം. നമ്മൾ ഈ എളുപ്പം അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് നമുക്ക് ആകെ 20 മിനിറ്റ്സ് മാത്രമായിരിക്കും ടൈം കിട്ടുന്നത്. ആ സമയത്ത് വളരെ പെട്ടെന്ന് ഒരു 1.5 മിനിറ്റിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, എഗെയിൻ അടുത്തത് ഒരു ബ്ലഡ് റിലേഷൻ ആണ്. അപ്പൊ ബ്ലഡ് റിലേഷൻ മിസ്ലേനിയസിൽ പെടുന്നതാണ്. ചില ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതുണ്ട് നമ്മുടെ സമയം കളയാനായിട്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് റിലേഷൻ നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക് ആയിരിക്കും. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞാൽ ഇത് എനിക്ക് അറിയാവുന്നത്, ഇത് ചെയ്തിട്ട് ഞാനിവിടെ എണീക്കൂ എന്ന ഈഗോ അല്ല അവിടെ വേണ്ടത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്റ്റക്കാണ്, കൺഫ്യൂസിംഗ് ആണ് എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഒരിക്കലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി നിന്ന് സമയം കളയരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 8 persons are A to HR members of a 3 generation family. അപ്പോൾ ഒരു ബ്ലഡ് റിലേഷൻ ആണ്. ഇവിടെ ടോട്ടൽ 8 മെമ്പേഴ്സ് ഉണ്ട്. എത്ര ജനറേഷൻ ആണ്? 3 ജനറേഷൻ ആണ്. വിത്ത് നോ സിംഗിൾ പാരന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടീഷനാണ്, സിംഗിൾ പാരന്റ് ഇല്ല. അതായത് ഇപ്പൊ എ എന്ന് പറയുന്നത് ബിയുടെ പേരന്റ് ആണെങ്കിൽ എയുടെ കപ്പിള് ഡെഫിനറ്റ് ആയിട്ടും ഈ ഫാമിലിയിൽ ഉണ്ടായിരിക്കും. സിംഗിൾ പാരന്റ് ഇല്ല. അത് നല്ലൊരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് ആൾക്കാരെ മെർജ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരെ ഫില്ല് ചെയ്ത് കണ്ടീഷൻസ് എഴുതാനായിട്ട് നമുക്ക് പറ്റും. ജി ഇസ് ദി ഡോട്ടർ ഇൻ ലോ ഓഫ് ഡി. ഡിയുടെ ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഡിയുടെ മകനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ജി. ഓക്കെ, ഡോട്ടർ ഇൻ ലോ എന്ന് പറയുമ്പോൾ മകനെ കല്യാണം കഴിക്കുന്ന ആളാ. ബി ഹാസ് നോ ഡോട്ടർ. ബിക്ക് എന്തില്ല? ഡോട്ടർ ഇല്ല. ബിക്ക് ഡോട്ടർ ഇല്ല. എച്ച് ഇസ് ദി ഓണ്ട് ഓഫ് എ. നോക്കിക്കേ, എച്ച് എന്ന് പറയുന്നത് എയുടെ ഓണ്ടാണ്. അപ്പൊ എയുടെ ഓണ്ട് വരിക എന്ന് പറയുമ്പോൾ എയുടെ അച്ഛനെയും അമ്മയും, അതായത് എച്ചിന്റെ സിബ്ലിംഗ് ആയിരിക്കും എയുടെ പേരന്റ് എന്ന് പറയുന്നത് അല്ലെ. എച്ച് ഈസ് ദി ഓണ്ട് ഓഫ്. ഇനി എച്ചിന്റെ സിബ്ലിങ്ങിന്റെ തന്നെ വരണമെന്നില്ല. ഒരു പക്ഷേ എച്ചിന്റെ ഹസ്ബൻഡിന്റെ സിബ്ലിങ്ങിന്റെ കുട്ടി വന്നാലും പ്രശ്നമില്ല. അപ്പൊ 2 പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡയറക്ട്ലി കൊടുക്കുന്നില്ല, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ജി ഇസ് ദി സിസ്റ്റർ ഇൻ ലോ ഓഫ് സി. ജി എന്ന് പറയുന്നത് സിയുടെ സിസ്റ്റർ ഇൻ ലോയാ. 2 തരത്തിൽ വരാം. ഒന്നെങ്കിൽ ഹസ്ബൻഡിന്റെ സിസ്റ്ററോ ബ്രദറോ വരാം സി. ജി ഇസ് ദി സിസ്റ്റർ ഇൻ ലോ ഓഫ് സി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ജിയുടെ സിബ്ലിങ്ങിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളും സി വരാം. ഈ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, അങ്കിൾ, ഓണ്ട് ഇതെല്ലാം 2 പോസിബിലിറ്റി വെച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ചാടി കയറി ആദ്യമേ കൊടുക്കരുത്.
ഇനി സി ഇസ് ദി മാരീഡ് മെമ്പർ ഓഫ് ദി ഫാമിലി. ഓക്കെ, സി മാരീഡ് മെമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ സിബ്ലിംഗ് ആണെങ്കിലും കല്യാണം കഴിക്കാം. അതുകൊണ്ട് മാത്രം നമുക്ക് പോസിബിലിറ്റി എലിമിനേറ്റ് ആകുന്നില്ല. ബി ഇസ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് എ. അപ്പൊ ബി എന്ന് പറയുന്നത് എയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. സി ആൻഡ് എ ആർ ഓപ്പോസിറ്റ് ജെൻഡർ. സിയും എയും ഓപ്പോസിറ്റ് ജെൻഡർ ആണ്. ആൻഡ് ഇ ഇസ് ദി ബ്രദർ ഓഫ് എഫ്. ഇ ഇസ് ദി ബ്രദർ ഓഫ് എഫ്. ഇ എന്ന് പറയുന്നത് എഫിന്റെ ബ്രദറാ. ഇത്രയുമാണ് നമുക്ക് ആകെപ്പാടെയുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ കേസിൽ ഒന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് ഇനി ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ബിയുടെ ഡോട്ടർ വരത്തില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്കൊന്ന് മെർജ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഡിയും ബിയും കൂടെ ഫസ്റ്റ് ഒന്ന് മെർജ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഡിക്ക് ഡോട്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ബിക്ക് ഡോട്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എച്ച് ഈസ് ദി ഓണ്ട് ഓഫ് എ തേർഡ് ജനറേഷനിലും വരണം. അപ്പോൾ എച്ച് ഈസ് ദി ഓണ്ട് ഓഫ് എ, അപ്പൊ എച്ച് എന്ന് പറയുന്ന സെക്കൻഡ് ജനറേഷനിൽ വരാനായിരിക്കും ചാൻസ്. ഓക്കെ ആണ്. ഇനി നമുക്ക് ഇ ആൻഡ് ഇ ഈസ് ദി ബ്രദർ ഓഫ് എഫ് എന്ന് കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് ഞാൻ ഡിയും ബിയും കൂടെ കണക്ട് ചെയ്യാണ്. അപ്പൊ ബിയെ കണക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം, ഇവിടെ ഡിയുടെ ജെൻഡർ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ആൾക്ക് എന്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോട്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയും എഫും ഇവിടെ കണക്ട് ചെയ്യാലോ, വേണമെങ്കിൽ ഇയും എഫും എനിക്ക് ഇവിടെ കണക്ട് ചെയ്യാലോ. അപ്പൊ ഇ ഇസ് ദി ബ്രദർ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ജിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇ ആണോ എഫ് ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടുത്താല് ഇ ഓർ എഫ് എന്ന് മാത്രം കൊടുക്കുകയാണ് ഞാനിപ്പോ. ഇ ഇസ് ദി ബ്രദർ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് പ്രയോറിറ്റി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ബ്രദർ എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ബിക്ക് ഡോട്ടർ ഇല്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇയോ എഫോ വരാം. ഇപ്പൊ ഞാൻ ഇവരെയാണ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് നോക്കാം. അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, എച്ച് ഈസ് ദി ഓണ്ട് ഓഫ് എ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഇവരുടെ കുട്ടി വരാം എ, എങ്കിൽ മാത്രമല്ലേ ബി എന്താകത്തുള്ളൂ, ഗ്രാൻഡ് ഫാദർ ആകത്തുള്ളൂ. എടുത്തു പറഞ്ഞില്ലേ ബി ഈസ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് എ. അതുകൊണ്ടാണ് ഞാൻ ബി എ ഫസ്റ്റ് ജനറേഷനിലേക്ക് കൊടുത്തത്. ഓക്കെ, ബി ഇസ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് എ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എച്ച് ഈസ് ദി ഓണ്ട് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയുടെ ഓണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ ഫാദറിന്റെ സിസ്റ്റർ വരാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ബിക്ക് ഡോട്ടർ ഇല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ജിയുടെ സിബ്ലിംഗ് ആണ്. പക്ഷെ സി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 100% ഉറപ്പിച്ചോ, ഈ ആളുടെ സിബ്ലിങ്ങിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ് അല്ലെ, ഈ ആളുടെ സിബ്ലിംഗ് ആണ്, ഈ ആള് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓക്കെ ആണ്. അങ്ങനാണെങ്കിൽ ഇവിടെ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സി ഇസ് ദി മാരീഡ് മെമ്പർ ഓഫ് ദി ഫാമിലി ആൻഡ് ജി ഇസ് ദി സിസ്റ്റർ ഇൻ ലോ ഓഫ് സി. അപ്പൊ ജി ഇസ് ദി സിസ്റ്റർ ഇൻ ലോ ഓഫ് സിയും സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ എച്ചും സിയും കൂടെ കപ്പിൾ ആകുകയും ചെയ്തു. എച്ച് എന്ന് പറയുന്നത് എയുടെ ഓണ്ടും ആണ്. അതുപോലെ തന്നെ സിംഗിൾ പാരന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കണ്ടീഷനിൽ ഇവിടെ വരാൻ മാത്രമേ പറ്റുള്ളൂ. സെറ്റല്ലേ? ഇപ്പൊ തന്നെ 2, 4, 6, 8 പേരായിട്ടുണ്ട്. ഇനി നമ്മളോട് ഒരു ജെൻഡറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സി ആൻഡ് എ ആർ ഓഫ് ഓപ്പോസിറ്റ് ജെൻഡർ. സിയും എയും ഓപ്പോസിറ്റ് ജെൻഡർ. അപ്പൊ സി മെയിൽ ആയതുകൊണ്ട് എ ഫീമെയിലാ. ഇനി ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കാം, ഇയും എഫിന്റെയും കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇയുടെയും എഫിന്റെയും ജെൻഡർ ഇ ആണോ എഫ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സി ഇസ് ദി മാരീഡ്, ബി ഇസ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് എ ആൻഡ് സി, ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇ ഇസ് ദി ബ്രദർ ഓഫ് എഫ് ആൻഡ് ഹാസ് നോ ചൈൽഡ് എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇ ആണോ എഫ് ആണോ ഇവിടെ വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഇ ഇസ് ദി ബ്രദർ ഓഫ് എഫ് ആൻഡ് ഹാസ് നോ ചൈൽഡ്. ഇ എന്ന് പറയുന്നത് എഫിന്റെ ബ്രദർ ആണ്, ചൈൽഡ് ഇല്ല. അപ്പൊ ഇ ഇവിടെ കൊടുത്താൽ എ ചൈൽഡ് ആകും ഇയുടെ, അത് പറ്റത്തില്ല. സോ ഇ ഇവിടെ, എഫ് ഇവിടെ, ക്വസ്റ്റ്യൻസോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണേ, കുഴപ്പമില്ലല്ലോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഇൻഇക്വാളിറ്റി ആണ്. അപ്പൊ ഇൻഇക്വാളിറ്റി, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, ഇതൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾ ഒരു 20 മിനിറ്റ്സിൽ മാക്സിമം 7 to 8 മിനിറ്റ്സ് എടുത്ത് കംപ്ലീറ്റ് മിസ്ലേനിയസും എന്ത് ചെയ്യണം, തീർക്കണം. ഓക്കെ, നോക്കാം. SBA PO-നെക്കാട്ടിലും കുറച്ചും കൂടെ മിസ്ലേനിയസ് IBPS PO-യിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ ഒന്ന് നോക്കാം. നമുക്ക് നോക്കിക്കേ, ഇത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എല്ലിന് എവിടെ പോകണം, എസിന്റെ അടുക്ക പോകണം. എല്ലിന് എസിന്റെ അടുക്ക പോകണം. നമുക്കിവിടെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ആരുണ്ട് എന്ന് നോക്കണം. അതിലാണ് കാര്യം. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ നമുക്ക് ഇവിടെ വേണ്ട OSGRK ഉണ്ട്. ഇവിടുത്തെ കേസിൽ വേറെ ആരെങ്കിലും നമുക്ക് കോമൺ ആയിട്ടുണ്ടോ നോക്കിക്കേ.
ഇവിടുത്തെ കേസിൽ വേറെ ആരും നമുക്ക് തേണ്ട ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെ ഒരു പി ഉണ്ട്, ഇനി അട്ടണ്ട് ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്. ഇത്രയും പേരാണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ എല്ലിന് എവിടെ പോകണം? എസിന്റെ അടുക്ക പോകണം. എല്ലിന് എസിന്റെ അടുക്ക പോകണം എന്നുണ്ടെങ്കിൽ വേണ്ട ഇവിടെ എല്ലിന് വെളിയിലോട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം? ഇത് തെറ്റാണെന്ന് പറയാം. ആദ്യത്തെ കൺക്ലൂഷൻ എനിക്ക് എന്ത് പറയാം? തെറ്റാണ് എന്ന് പറയാം. അടുത്തത് നോക്കിക്കേ. അടുത്ത ജെയ്ക്ക് ജിയുടെ അടുക്ക പോകണം, ജെയ്ക്ക് ജിയുടെ അടുക്ക പോകണം. അതുപോലെ തന്നെ പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം? ലോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ജെയ്ക്ക് ഇവിടുത്തെ കേസിൽ പിയുടെ അടുക്ക വരാം, ജെയ്ക്ക് പിയുടെ അടുക്ക വരാം, ലോക്ക് ഉണ്ട്. ദെൻ അടുത്ത പിയിൽ നിന്നിട്ട് എവിടെ വന്നിട്ടുണ്ട്? ആറിന്റെ അടുക്ക വന്നിട്ടുണ്ട്, ലോക്ക് ഉണ്ട്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ആൻഡ് ആറിൽ നിന്ന് ജിയിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. സോ എനിക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കൺക്ലൂഷൻ ട്രൂ ആണ്. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഇതിപ്പോ ഞാൻ പറയുന്നത് ലോക്ക് ആൻഡ് ഗേറ്റ് മെത്തേഡ് ആണ്. ഇതറിയാൻ വയ്യാത്ത ആസ്പിറൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ തന്നെ ലോക്ക് ആൻഡ് ഗേറ്റ് മെത്തേഡ് എന്താണ്, ഇൻഇക്വാളിറ്റി 1 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ്, അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കാണാം. ഓക്കെ, അടുത്തത് നോക്കിക്കേ. അടുത്തത് എഗെയിൻ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ കോമൺ ആയിട്ട് ആരുണ്ട് എന്ന് നമ്മൾ നോക്കണം. സോ ഇവിടുത്തെ കേസിൽ നമുക്കിപ്പോൾ ആരെയാണ് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്? ഇവിടെ രണ്ടിടത്തും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ടി ആണ്. എമ്മിന് എവിടെ പോകണം? എയുടെ അടുക്ക പോകണം. ഇവിടെ ലോക്ക് ഉണ്ട്, പോകുന്ന വഴിയെല്ലാം ലോക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കിക്കേ, എമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലോക്ക് ഇല്ല. അപ്പോൾ ഒന്നും നോക്കി സമയം കളയേണ്ട. ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റ്. ലോക്കുള്ള കൺക്ലൂഷൻ ആണെങ്കിൽ പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം? ലോക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് എഫിന് എവിടെ പോകണം? ക്യൂവിന്റെ അടുക്ക പോകണം. എഫിന് ക്യൂവിന്റെ അടുക്ക പോകാനുള്ള വഴി നോക്കിക്കേ. ഇവിടുത്തെ കേസിൽ എഫ് ക്യൂവിന്റെ അടുക്ക വരണമെങ്കിൽ എഫ് ആദ്യം ടിയുടെ അടുക്ക വരണം. പക്ഷെ എഫ് ജിയുടെ അടുക്ക വന്നു, എച്ചിന്റെ അടുക്ക വന്നു. അവിടെ വന്നപ്പോഴത്തേക്കിന് ഡോർ ക്ലോസ്ഡ് ആണ്, പോകാൻ പറ്റുന്നില്ല. ഇത് രണ്ടും തെറ്റാണ്. നെയ്തർ 1 nor 2. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ഡബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. പി ഒ ആയതുകൊണ്ട് തന്നെ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ചോദിച്ചാൽ തന്നെ വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ക്ലർക്കിനാണ് സാധാരണ സിംഗിൾ സ്റ്റേറ്റ്മെന്റും, പി ഒയ്ക്ക് വല്ലപ്പോഴും ഒക്കെയാണ് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക. കൂടുതലും ഇൻഇക്വാളിറ്റി ചോദിക്കുമ്പോൾ ഡബിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഡബിൾ ഓർ ട്രിപ്പിൾ സ്റ്റേറ്റ്മെന്റ്. എക്സിന് എവിടെ പോകണം? ആറിന്റെ അടുക്ക പോകണം. ഇവിടെ എന്തില്ല? ലോക്കില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? ഇവിടുത്തെ കേസിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളത് ഡബ്ല്യു ആണ്. അപ്പൊ എക്സിന് എവിടെ പോകണം? ആറിന്റെ അടുക്ക പോകണം. അപ്പൊ എക്സിന് ആറിന്റെ അടുക്ക പോകണമെങ്കിൽ ഡബ്ല്യുവിന്റെ അടുക്ക പോയിട്ടല്ലേ കാര്യമുള്ളൂ. പക്ഷെ എക്സ് വൈയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ആകെ എക്സിന് ഇസഡിന്റെ അടുക്ക മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. തെറ്റ്. അടുത്ത കേസോ നോക്കിക്കേ, ഇവിടെ ക്യൂവിന് എവിടെ പോകണം? ഇസഡിന്റെ അടുക്ക പോകണം. ക്യൂവിന് ഇസഡിന്റെ അടുക്ക പോകണം എന്നുണ്ടെങ്കിൽ ഇസഡിന്റെ അടുക്ക വരണമെങ്കിൽ ഡബ്ല്യുവിന്റെ അടുക്ക വരണം. ഇത് രണ്ടും പറ്റുന്നില്ല. ഒക്കെയാണ്. പക്ഷെ 2 എണ്ണം തെറ്റു വരുമ്പോൾ നമ്മൾ ഐദർ ഓർ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഉറപ്പായിട്ടും നോക്കണം. ഐദർ ഓറിന് എപ്പോഴും ഞാനൊരു 3 കണ്ടീഷൻസ് പറയാറുണ്ട്. ഫസ്റ്റ് കണ്ടീഷനാണ് 2 കൺക്ലൂഷനും തെറ്റായിരിക്കണം. അപ്പൊ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തത് പറയുന്നത് സെയിം എലമെന്റ് ആയിരിക്കണം, അലൈൻമെന്റ് ആയിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ എക്സും ഇസഡും ആറും ക്യൂവും. പക്ഷേ എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ആർ ഈക്വൽ ടു ക്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ, ഇതേണ്ട ക്യൂ ഈസ് ഈക്വൽ ടു ആറും എക്സ് ഈക്വൽ ടു ഇസഡും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 2 എക്സ് ആയിട്ടും ഇവിടെ 2 ആർ ആയിട്ടോ ക്യൂ ആയിട്ടോ അസ്യൂം ചെയ്യാം. അപ്പൊ സെയിം എലമെന്റ് ആണ്, അലൈൻമെന്റ് ആണ്. നടുക്ക് വരുന്നത് കോംപ്ലിമെന്ററി പെയർ ആണോ നോക്കണം. യെസ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോംപ്ലിമെന്ററി പെയർ ആണ്. നമുക്ക് 4 സെറ്റ് ആണ് കോംപ്ലിമെന്ററി പെയർ വരുന്നത്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ആൻഡ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ 4 കോംപ്ലിമെന്ററി പെയറിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നടുക്ക് ഈ 2 കൺക്ലൂഷന്റെ വരുന്നതെങ്കിൽ അത് ഐദർ ഓർ വരും. പിന്നെ ഈ ഒരു മെത്തേഡിൽ ഒരു 98% ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഞാനൊരു 2% വിട്ടു പറഞ്ഞത് ചില എക്സെപ്ഷണൽ കേസസ് വരാറുണ്ട്. അത് ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കത് ഡെഫിനറ്റ് ആയിട്ടും പറയാൻ പറ്റും അത് ഐദർ ഓർ വരുവോ ഇല്ലയോ എന്ന്. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ ഇപ്പൊ ക്യൂവും ആറും, ഇപ്പൊ ആറ് ഇവിടെ ഇപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ആർ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. ഇപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറഞ്ഞാല് ഇവിടെ എക്സും ഇസഡും ആയിട്ടാണ്. ഇത് രണ്ടിനെയും ഇപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ എടുത്താൽ ഇത് എക്സും ഇത് ഇവിടെ ആറും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരെണ്ണം തെറ്റാണ് എന്നുള്ളത് പറയാനും പറ്റുന്നില്ല. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി, ഐദർ 1 or 2. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്തത് എഗെയിൻ ഒരു പസിലാണ്. നിങ്ങളൊന്ന് പോസ് ചെയ്യുക. ഒരു 2 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കിക്കേ, 6 persons were born in different months. അപ്പോൾ ഒരു മന്ത് ബേസ്ഡ് ബസ്സിലാണ്. 6 പേഴ്സൺസിന്റെ മന്ത് ബേസ്ഡ് ബസ്സിലാണ്. ഏപ്രിൽ, ജൂലൈ ആൻഡ് സെപ്റ്റംബർ. 3 പേഴ്സൺ, 2 തീയതി, 9ഉം 26ഉം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം ചെയ്യാം, സ്ട്രക്ചർ അങ്ങ് വരയ്ക്കാം.
അപ്പൊ മന്ത് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചർ വരച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വളരെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ സ്ട്രക്ചർ വരയ്ക്കണം. കാരണം ഇന്ന മാസം ഇന്ന തീയതി, അല്ലെങ്കിൽ 31 ദിവസമുള്ള മാസം, 28 ദിവസമുള്ള മാസം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്ട്രക്ചർ വരച്ച് അവിടെ മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള മാസം എന്ന് പറയുന്നത്. ഏപ്രിൽ, ജൂലൈ ആൻഡ് സെപ്റ്റംബർ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള മാസം എന്ന് പറയുന്നത് ഏപ്രിൽ, ജൂലൈ ആൻഡ് സെപ്റ്റംബർ ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ 9 and 26 ആണ് ഡേറ്റ്സ് തന്നേക്കുന്നത്. സോ ചിലര് ഹൊറിസോണ്ടൽ ആയിട്ടൊക്കെ കണ്ടീഷൻസ് മാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, മീൻസ് സ്ട്രക്ചർ മാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഫീൽ ചെയ്തിട്ടുള്ളത് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ്, അതുകൊണ്ട് ഞാൻ ആ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏപ്രിൽ 30 ദിവസം, ജൂലൈ 31 ദിവസം, സെപ്റ്റംബർ 30 ദിവസം. ഓരോ മാസവും എത്ര ദിവസം ഉണ്ടെന്നുള്ളത് കാണാപ്പാടം അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാൻ എന്നുള്ള ഒരു സമയം നമുക്ക് കിട്ടത്തില്ല എക്സാമിന്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടുത്തെ കേസിൽ ബാക്കി കണ്ടീഷൻസ് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കളർ ഇഷ്ടമാണ്. സോ അതിൽ നിന്ന് തന്നെ 2 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ബാക്കി കണ്ടീഷൻസ് നോട്ട് ചെയ്യാം. 2 persons were born between F and the one who likes red. എഫും റെഡ് ഇഷ്ടമുള്ള ആൾക്കുമിടയിൽ എത്ര ഗ്യാപ്പാണ്? 2 ഗ്യാപ്പ്. And D was born immediately before F on an odd numbered date. ഡേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഇത് 31, 30 എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് ഡേയ്സും 9, 26 എന്ന് പറയുന്നത് ഡേറ്റും ആണ്. അത് തെറ്റിപ്പോകരുത്. ഓക്കെ, ഡി വാസ് ബോൺ ഇമ്മീഡിയറ്റ്ലി ബിഫോർ എഫ് ഓൺ ആൻ ഓഡ് ഡേറ്റ് ഇൻ ദി മന്ത് ഹാവിംഗ് ഈവൻ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പൊ ആരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ഡിയുടെ കാര്യമാണ്. ഓഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ അത് 9 ആണ്. ഡി എന്ന് പറയുന്നത് എഫിന് തൊട്ട് മുന്നേ ആണ്, ഓഡ് നമ്പേർഡ് ഡേറ്റിലാണ്. പക്ഷെ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 31 ദിവസമുള്ള മാസത്തിലാണ്. സോറി, ഹാവിംഗ് 31 അല്ല, 30 ദിവസമുള്ള മാസം. ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് ഉള്ള മന്തിലാണ് ഡിയുടെ കേസ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എത്ര പോസിബിലിറ്റിയാ? ഒന്നെങ്കിൽ ഡി എന്ന് പറയുന്നത് ഇവിടെ, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് ഇവിടെ. ഈ പോസിബിലിറ്റി ആണ് ഉള്ളത്. അപ്പൊ ഒരു കാര്യമുണ്ട്, എഫിന് തൊട്ട് മുകളിലാ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഡി ഇവിടെ കൊടുക്കാം, എഫ് ഇവിടെ കൊടുക്കാം, 2 ഗ്യാപ്പിൽ റെഡ് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നോക്കിക്കേ, അല്ലെങ്കിൽ എനിക്കൊരു കാര്യമുണ്ട്, ഡി ഇവിടെ കൊടുക്കാം, എഫ് ഇവിടെ കൊടുക്കാം, 2 ഗ്യാപ്പിൽ റെഡ് ഇവിടെ കൊടുക്കാം. ഒരേ സമയം 2 പോസിബിലിറ്റി. ഞാനൊരു കാര്യം ചെയ്യാം, ബാക്കിയും കൂടെ കണ്ടീഷൻസ് എഴുതിയിട്ട് പോസിബിലിറ്റി എടുക്കണമെങ്കിൽ മാത്രം പോസിബിലിറ്റി എടുക്കാം. The one who likes pink was born 2 person before C. സിക്ക് മുന്നേ ഉള്ള രണ്ടാമത്തെ പേഴ്സൺ ആണ്, അല്ലാതെ പിങ്കിനും സിക്കും ഇടയിൽ 2 പേഴ്സൺ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതല്ല. സിക്കും പിങ്കിനും ഇടയിൽ 2 പേഴ്സൺ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതല്ല. സിക്ക് മുകളിലുള്ള രണ്ടാമത്തെ പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? പിങ്ക് എന്ന് പറയുന്നത്. E was born immediately ബിഫോർ സി ഓൺ ആൻ ഈവൻ ഡേറ്റ്. ഇ എന്ന് പറയുന്നത് സിക്ക് തൊട്ട് മുകളിലാണ്. അത് കണ്ടീഷൻസ് മെർജ് ചെയ്ത് എഴുതുക. ഇ വാസ് ബോൺ ഇമ്മീഡിയറ്റ്ലി ബിഫോർ സി ഓൺ ആൻ ഈവൻ നമ്പേർഡ് ഡേറ്റ്. അപ്പൊ ഈവൻ നമ്പേർഡ് ഡേറ്റ് എന്ന് പറയുന്നത് 26 അല്ലേ? അപ്പൊ കണ്ടീഷൻസ് അങ്ങനെ മെർജ് ചെയ്ത് തന്നെ എഴുതുക. 2 persons were born between pink and blue. പിങ്കിനും ബ്ലൂവിനും ഇടയിൽ 2 ഗ്യാപ്പ്. പിങ്കിനും ബ്ലൂവിനും ഇടയിൽ 2 ഗ്യാപ്പ്. ഓക്കെ ആണ്. ആൻഡ് എ വാസ് ബോൺ ബിഫോർ ദി വൺ ഹു ലൈക്സ് ഗ്രീൻ ആൻഡ് 2 person ആഫ്റ്റർ ദി വൺ ഹു ലൈക്സ് യെല്ലോ. അപ്പൊ നോക്കിക്കേ, യെല്ലോയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ പേഴ്സൺ ആണ് എ. ആൻഡ് എ വാസ് ബോൺ ബിഫോർ ദി വൺ ഹു ലൈക്സ് ഗ്രീൻ. എക്ക് മുന്നേ ആര് വരണം? ഗ്രീൻ വരണം. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻസ് മെർജ് ചെയ്യണം. ഈ ഡസൻ ലൈക്ക് യെല്ലോ. ഈക്ക് എന്ത് ഇഷ്ടമല്ല? യെല്ലോ ഇഷ്ടം അല്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം വേണമെങ്കിൽ 2 പോസിബിലിറ്റി പോകാം. നമുക്ക് കണ്ടീഷൻസ് വളരെ പെട്ടെന്ന് എടുത്തു നോക്കാം. ഞാൻ ഏറ്റവും ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, ഇടയ്ക്കിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ മിനിമം പോസിബിലിറ്റി എടുക്കുകയാണ്. സോ ഡിക്ക് തൊട്ട് താഴെ എഫ്, 2 ഗ്യാപ്പിൽ ഇവിടെ ആര് വന്നു? റെഡ് വന്നു. ഓക്കെ ആണ്. ഇനി നോക്കിക്കേ, പിങ്ക് ഇ സി. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇവിടെ പിങ്കിനും ബ്ലൂവിനും ഇടയിൽ 2 ഗ്യാപ്പ് ഉണ്ട്. ഇയും സിയും അടുപ്പിച്ചു വരുവേം വേണം. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇയും സിയും എനിക്ക് അടുപ്പിച്ചു കൊടുക്കാൻ ഒന്നെങ്കിൽ ഇ സി ഇവിടെ, അല്ലെങ്കിൽ ഇ സി ഇവിടെ. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്ക് എന്ത് ഇഷ്ടമല്ല? യെല്ലോ ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചേ, യെല്ലോ ഒരു ഗ്യാപ്പിലെ എക്ക് താഴെ ഗ്രീൻ വരണം. ഇവിടുത്തെ കേസില് ഇവിടെ ഇപ്പൊ യെല്ലോ കൊടുത്താൽ 1 ഗ്യാപ്പിൽ എ കൊടുക്കാം, ഇവിടെയും യെല്ലോ കൊടുത്താൽ 1 ഗ്യാപ്പിൽ എ കൊടുക്കാം. പ്രശ്നമില്ല, കുറെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ കണ്ടീഷൻസ് മെർജ് ചെയ്ത് തന്നെ എഴുതുക. ഈ പിന്നെ 26 പറഞ്ഞിട്ടുണ്ട്. ഈ 26 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ ഇനി വരാൻ പറ്റുള്ളൂ. ഈ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ പോസിബിലിറ്റിയിൽ ഇനി 100% ഈ ഇവിടെ, ഈക്ക് തൊട്ട് താഴെ സി ഇവിടെ, അതിന് തൊട്ട് മുകളിൽ പിങ്ക് ഇവിടെ. ഓക്കെ ആണ്. അപ്പൊ പിങ്ക് ഇവിടെ ആണെങ്കിൽ 2 ഗ്യാപ്പിൽ ബ്ലൂ ഇവിടെ.
അങ്ങനെയെങ്കിൽ ദണ്ട് ഈ കണ്ടീഷൻ കൊടുക്കാൻ യെല്ലോ ഒരു ഗ്യാപ്പിൽ എ ആൻഡ് ഗ്രീൻ. അപ്പൊ ഇവിടെ എനിക്ക് യെല്ലോ ഒരു ഗ്യാപ്പിൽ എ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഞാൻ യെല്ലോ ഒരു ഗ്യാപ്പിൽ എ കൊടുത്താൽ ഇതിന് താഴെ ഗ്രീൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന് താഴെ യെല്ലോയ്ക്ക് താഴെ ഗ്രീൻ വരണം. അല്ല സോറി, എയ്ക്ക് താഴെ ഗ്രീൻ വരാൻ ഇനി ഒരു ഒറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. മിച്ചം വന്ന ഒരു കളർ ആരാ? മിച്ചം വന്ന ഒരു കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. സോ വൈറ്റ് ഇവിടെ മിച്ചം വന്ന ഒരു പേഴ്സൺ എ ബി ആണ് മിച്ചം വന്ന പേഴ്സൺ. ക്വസ്റ്റ്യൻ സോൾവ്. വളരെ സിമ്പിൾ ആയിരുന്നു. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല ശരിക്കും, അല്ലെ? ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, ഒരു 2 വേരിയബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ ഇത് പാർട്ട് 1 ആണ്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന ഏതൊക്കെ എക്സാംസിന് ഏതൊക്കെ ടോപ്പിക്കിന്റെ ആണോ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോസ് വേണ്ടത്, സോ ഷുവർ ആയിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.